സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമു തിലാവ അൽ ഖിറാഅ വായനാ പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ഫുള്ളായി പഠിപ്പിക്കുകയും ചെയ്യുക. മുഴുവൻ മാർക്കും നേടാൻ കഴിയും. 1-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2-3 വീഡിയോ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. മോഡൽ ചോദ്യപേപ്പറും മറ്റുള്ള വിഷയങ്ങളൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ വേറെയും ഉണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്കതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. എഴുത്തു പരീക്ഷയ്ക്കും വായനാ പരീക്ഷയ്ക്കും നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് 14 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. എഴുത്തു പരീക്ഷൻ്റെ ദിവസം എഴുത്ത് തന്നെയായിരിക്കും. വായനാ പരീക്ഷയുടെ അന്ന് വെറും വായന മാത്രമാണ്. അന്ന് എഴുത്തുണ്ടാവുകയില്ല. ഈ ഒരു രൂപത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഈ വായിക്കുന്നത് വായനാ പരീക്ഷയുടേതാണ്. ഒന്നാമത്തത് പദങ്ങൾ വായിച്ച് യോജിച്ച ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ 6 ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? വീടുണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴമാണത്, പിന്നെ കൈയുണ്ട്, നല്ല റോസാപ്പൂവുണ്ട്, ഗേറ്റുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടികയുണ്ട്. ഇങ്ങനെ 6 ചിത്രങ്ങൾ. ആ 6 ചിത്രങ്ങളുടെ പേരുകൾ വലതുഭാഗത്ത് കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒരു പേര് വായിക്കുന്നു. അതിൻ്റെ യോജിച്ച ചിത്രങ്ങൾ ഉസ്താദിന് തൊട്ട് കാണിച്ചു കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ പേപ്പർ ഉണ്ടാകും. ആ പേപ്പർ തന്നു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം നമുക്കത് വായിക്കാനുള്ളതാണ്. ആ സമയത്ത് തന്നെ കുട്ടികളോട് വായിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് പട്ടികയിലെ നമ്പർ അനുസരിച്ച് ഓരോ കുട്ടികളെ വായിപ്പിക്കുകയാണ് ചെയ്യുക. ഉസ്താദ് വിളിച്ച് വായിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കുക. തമ്പ്രുൻ ഏതാണ് തൊട്ട് കാണിക്കുക? ഈത്തപ്പഴമാണല്ലേ? അതെ, ശരിയാണ്. ഇനി അടുത്തത് വർദ്ദുൻ. വർദ്ദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ദുൻ റോസാപ്പൂവ്. അതെ, റോസാപ്പൂവാണ്. അടുത്തത് യദുൻ. യദുൻ എന്ന് പറഞ്ഞാൽ കൈ. യദുൻ എന്നാണ് നമ്മൾ അവസാനം പഠിച്ച 14-ാമത്തെ പാഠമാണ് യദുൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. നമുക്കതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. രക്ഷിതാക്കൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഈ പദസൂര്യൻ പോലത്തെ 1-2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് പ്രത്യേകമായി കണ്ട് ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. അവസാന പേജിലാണ് അതുള്ളത്. അപ്പോൾ അതൊന്ന് ഒരു 2-3 അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വായിക്കാനുള്ളതാണ്. പലപ്പോഴും അത് പരീക്ഷയ്ക്ക് അതുപോലത്തെ ചോദ്യങ്ങൾ വരുന്നതായി കാണാറുണ്ട്. ഇനി വായന പരീക്ഷയ്ക്കാണ് അത് കൂടുതൽ വരാൻ സാധ്യത. അടുത്തത് ദർബുൻ. ദർബുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ദർബുൻ ഗേറ്റാണ്. ദർബ് തുറന്നാൽ ബൈത്ത് ഉണ്ടാവും അല്ലേ? ഓക്കെ, അതന്നെ. ഇനി അടുത്തത് ലബിനുൻ എന്ന് പറഞ്ഞാൽ ലബിനുൻ. ലബിനുൻ എന്നാൽ ഇഷ്ടിക അല്ലേ? ഇഷ്ടികയാണ്. വീടുണ്ടാക്കും. ഇഷ്ടിക വീടുണ്ടാക്കാനും മറ്റുമൊക്കെ പറ്റുന്ന ഇഷ്ടികയാണ്. ഇനി അടുത്തത് ബൈത്തുൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വീടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ശരിയാക്കി. ഇതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതുപോലെ തന്നെ മറ്റു ചിത്രങ്ങളും അവയുടെ പേരുകളും എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ രക്ഷിതാക്കൾ അതൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് 2-ാമത്തത് സ്ലേറ്റിൽ എഴുതിയത് വായിക്കാം എന്നാണ്. സ്ലേറ്റിൽ നിങ്ങൾക്ക് 4 വാക്കുകൾ കാണാം. 4ഉം വെവ്വേറെ സ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് 4ഉം നമ്മൾ ഉസ്താദിന് വായിച്ചു കൊടുക്കണം. പേപ്പർ കിട്ടിയ ഉടനെ തന്നെ ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചു വെക്കുക. ഉസ്താദ് നമ്മളെ വിളിക്കുന്ന സമയത്ത് വേഗം വേഗം വായിച്ചു കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. എന്തൊക്കെയാണ് സ്ലേറ്റിൽ എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ആദ്യത്തേത് സുദുസുൻ. സുദുസുൻ. 2-ാമത്തേത് ഏതാണ്? ആദ്യത്തെ അക്ഷരം കായാണ് അല്ലേ? പിന്നെ ഈ, പിന്നെ ലുൻ. കൈലുൻ എന്നല്ല വായിക്കുക, കൈലുൻ. വൃത്തിയിൽ വായിക്കണം. എഴുതുന്നത് കൈലുൻ. കൈലുൻ എന്നല്ല, കൈലുൻ. കുട്ടികൾ വായിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. കൈലുൻ. അതുപോലെ തന്നെ ഇപ്പോൾ ദൗറുൻ എന്നത് വായിക്കുമ്പോൾ ചില കുട്ടികൾ വായിക്കാറുണ്ട് ദവറുൻ എന്നുള്ളത്. അതല്ല അതിൻ്റെ ശരിയായ വായന. സുക്കൂന് വരുമ്പോൾ ദൗ എന്നുള്ള സ്വരത്തിലേക്ക് വരും. അതുപോലെ തന്നെ യാ ആകുമ്പോൾ ദൈ എന്നുള്ള, കൈ എന്നുള്ള ആ സ്വരത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ കൈലുൻ. ഇനി അടുത്തത് ഏതാണ്? നാണ്ട്, വീണ്ട്, മുൻ ഉണ്ട് അല്ലേ? അപ്പോൾ നവുമുൻ എന്ന് നമ്മൾ വായിക്കരുത്.
നമ്മൾ വൃത്തിയിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് വരിക അത്? നൗമുൻ, നൗമുൻ. ഇനി അടുത്തത് വി ത് റുൻ, കൂട്ടി വായിക്കുമ്പോൾ വിത്റുൻ. അപ്പോൾ നിങ്ങൾ 4 വായിച്ചു, നിങ്ങൾക്ക് അതിനുള്ള മാർക്കൊക്കെ കിട്ടും കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു പ്രവൃത്തി വന്നിട്ടുള്ളത് ഏതാണ് നിങ്ങൾ നോക്കൂ. പുസ്തകത്തിൽ നോക്കി വായിക്കാം എന്നാണ്. അപ്പോൾ ഇത് വായനാ പരീക്ഷയാണ്, എല്ലാം വായിക്കാനാണ് ഉണ്ടാവുക. അപ്പോൾ പാഠഭാഗത്തിൽ വന്ന ഇതുപോലത്തെ വേർഡുകളൊക്കെ നമ്മൾ അക്ഷരം മനസ്സിലാക്കി വായിക്കുക. എല്ലാ അക്ഷരവും നമ്മൾ പഠിച്ചതല്ലേ, അപ്പോൾ ഓരോ അക്ഷരങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചേർത്തി വായിക്കുക. ഇപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ട്. അതിലൊന്നാമത്തെ നമുക്ക് വായിക്കാം. ആദ്യത്തെ അക്ഷരം മൂ ആണ്, പിന്നെ സ് മുസ്, പിന്നെ ലി മുസ്ലി മുൻ, മുസ്ലിമുൻ. എങ്ങനെ വായിക്കുക? മുസ്ലിമുൻ. ഇനി അടുത്തത് അ ക്ക്, അക്ക് റമു, അക്ക് റമു എന്നാണ് വായിക്കുക. ഇനി മൂന്നാമത്തത് ദ മ് ദം, ദം ദമ, ദം ദമ. എങ്ങനെ വായിക്കുക? ദം ദമ. ഇനി അടുത്തത് അവസാനത്തതാണ് അർബല, അർബല, അർബല. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ വായനാ പരീക്ഷയുടെ ചോദ്യപേപ്പർ വരുന്ന രൂപം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. നമ്മുടെ പരീക്ഷ വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു നല്ല ചോദ്യപേപ്പറും കൂടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അഥവാ കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് സമസ്ത നടത്തിയ ചോദ്യപേപ്പർ ഇൻഷാ അല്ലാഹ് നമുക്കിതിലൂടെ പരിചയപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് അത് വരും. പരീക്ഷൻ്റെ തലേന്നായിരിക്കും, ഓരോരോ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അത് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. കഷ്ടപ്പാടിന് നന്ദി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. അവർക്ക് പരീക്ഷയിലൊക്കെ മുഴുവൻ മാർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.